വല്ല തമ്പ്രാട്ടിയും പറ്റ ഈ കുട്ടിക്ക് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യാൻ ഈ തിരുമേനിക്ക് എന്താ ഭ്രാന്താ? നീ ഒന്ന് പതുക്കെ പറ, വലിയിട്ട് കേട്ട തല പോവും. അല്ല, ഞാൻ പറയണ നേരല്ലേ? തമ്പുരാട്ടി മക്കളും അനുഭവിക്കേണ്ടതല്ലേ ഇതെല്ലാം? സ്വന്തം മോൾ ഇല്ലാഞ്ഞിട്ടാണോ? നന്ദിനി കുട്ടിയില്ലേ? അവളുടെ ഒരു ഭാഗ്യം. വല്ലവന്റെ മകളായിട്ട് പോലും വളർത്തി വലുതാക്കി, സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുകയും ചെയ്തു. ആ, ഇനി പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? എന്താ രണ്ടാളും കൂടെ ഒരു കുശുകുശുപ്പ്? ഞങ്ങളെ എമ്മിനെ മോളുടെ കാര്യം പറയായിരുന്നു. വെള്ളം ചൂടായി, വെള്ളത്തിൽ മരുന്നിടാൻ നന്ദിനിക്കുട്ടി വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അപ്പച്ചി, കുശുമ്പ് അധികം വേണ്ട, അത് നല്ലതിനല്ല. കുശുമ്പോ? എനിക്കെന്തിനാ കുശുമ്പ്? ചേട്ടാ, എന്നെ വിളിച്ചോ? അയ്യോ, ചേട്ടൻ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇനി പോയില്ലെങ്കിൽ അത് മതി. ഭയങ്കര പിടിവാശിക്കാരനാ. വീട്ടു ജോലിക്കാരി മാത്രം നോക്കിയാ മതി. കുടുംബകാര്യത്തിൽ ഇടപെടണ്ട, അതെനിക്കിഷ്ടമല്ല. മനസ്സിലായില്ലേ? ആ, വെള്ളം ചൂടാവുമ്പോ ഇറക്കി വെച്ചോളൂ. ദേ നോക്ക്, കൂടുതൽ ചൂടാവാതെ നോക്ക. ആ, ചേട്ടൻ എന്നെ വിളിച്ചോ? ഇല്ല. ചേട്ടൻ എന്നെ വിളിച്ചു, ഞാൻ കേട്ടതല്ലേ. ഈ ചേട്ടന്റെ ഒരു മറവി. ഈ നന്ദിനിക്ക് ഇത് എന്തിന്റെ കേടാ? എപ്പ നോക്കിയാലും യമിനി ചേച്ചിക്ക് വെള്ളം ചൂടാക്കിയോ, കഴിക്കാൻ മരുന്നായോ. മടുത്തു. മടുക്കുവടി, മടുക്കും. എല്ലാം നിന്റെ ആങ്ങളെ വരച്ചു വെച്ചതല്ലേ. എടി പെങ്ങന്മാരെ നിങ്ങൾക്ക് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടടി? എല്ലാം വട്ടുപിടിച്ച പെണ്ണിനല്ലേ. നിന്നെ കെട്ടി എന്നെ വേണം പറയാൻ. ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും വല്യേട്ടൻ നമുക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. എന്തെങ്കിലും പോരടി. അങ്ങനെ എന്തെങ്കിലും വാങ്ങി ഒരു വാലിക്കാരനെ പോലെ ഇവിടെ കഴിയാൻ പരമേശ്വരന് മനസ്സില്ല. മുഴുവൻ ഞാൻ സ്വന്തമാക്കും. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. എന്താടോ? ഞാൻ ആ പണിക്കാരെയൊക്കെ നോക്കട്ടെ. അതെ, ഈ പരമേശ്വര കുറുപ്പ് എപ്പോഴും ഇങ്ങനെ ചൂടാവുന്ന എന്താ? എങ്ങനെ ചൂടാവാതിരിക്കും? ഈ തറവാട് മുഴുവൻ കിട്ടുമെന്ന് കരുതി നിങ്ങളെ കെട്ടി, ഒടുവിലൊരു പുല്ലും കിട്ടിയില്ല എന്നറിഞ്ഞാൽ ഏത് കോന്തനും ചൂടായിപ്പോ. പക്ഷേ നിങ്ങളോട് ചൂടാവുന്ന കാണുമ്പോഴാണ് എനിക്ക് വിഷം. അത് വിരഹവേദന അനുഭവിക്കുന്നവർക്കേ അറിയൂ. ഞാൻ ഇവിടെയും എന്റെ അവളങ്ങ് പാറശാലയിൽ. ഇന്നലെ ആ ജോത്സ്യൻ TV പറഞ്ഞു എന്റെ നാളുകാർക്ക് ഭാര്യാസുഖമെന്ന്. ചിലപ്പോ കിട്ടുമായിരിക്കും അല്ലേ? ഒരു കാര്യം തുറന്നു വെച്ചോട്ടെ, ഈ പരമേശ്വര കുറുപ്പിനെ തഴഞ്ഞൂടെ? ശമ്പളം കുറവാ, ഇതൊക്കെ ഉള്ളൂ, തടയില്ല. ആ പണ്ടാരക്കാലത്ത് എന്തിന്റെ സൂക്കേടാ? യമുനയ്ക്ക് മരുന്ന് കൊടുക്കാൻ വിളിക്കുന്നതായിരിക്കും. യമുന, ആ നായിന്റെ മൂക്ക് ഒരു ദിവസം ഞാൻ വിഷം കലക്കി കൊടുക്കും. വല്യേട്ടൻ കേക്കണ്ട. പിന്നെ കേട്ടാ എന്നെ ഒലത്തും. വേണ്ടി വന്ന അയാളെ തട്ടും ഞാൻ. നിന്നല്ലേ വിളിച്ചത്? കിടന്ന് കയറി പൊളിക്കുന്നത് കേട്ടില്ലേ? ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ വന്നു വന്ന് അനുസരണ ഇല്ലാണ്ടായി. എത്ര നേരമായിട്ട് നിന്നോട് ഞാൻ പറയുന്നു യമുനയ്ക്ക് കാവിൽ പോകണ്ടാണ് പോയിട്ട് കൊടുക്കാൻ. എന്നിട്ട് നീ എന്തെടുക്കായിരുന്നു? ഞാൻ സുധാരേട്ടന്റെ ഷർട്ട് ശരിയാക്കായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഔദാര്യത്തിലാണ് നിങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത്. എല്ലാ വെള്ളിയാഴ്ചയുള്ള വഴിപാടാണ്, അത് മുടക്കിയ കുഴപ്പമാണെന്ന് നിനക്കൊക്കെ അറിഞ്ഞൂടെ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മോള് സുഖമില്ലാത്ത കുട്ടിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? അമ്മയില്ലാത്ത അവൾക്ക് നിങ്ങൾ അപ്പച്ചവരെ അമ്മ, അത് മറക്കാതിരിക്ക. ആ, ഒന്ന് എളുപ്പം നടക്ക ചേച്ചി. ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിടുന്ന തന്നെ മനസ്സിന്റെ ഭാരം പകുതി കുറയും. എന്നാ നേരെ കളയണ്ട, പോയിട്ടൊരു. അച്ഛനും പറഞ്ഞ കൂടെ? ചേച്ചിയെ നോക്കാൻ എനിക്കറിയാം. അച്ഛൻ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. എന്നാ പോയിട്ടൊരു. ആരാന്ന് ചോദിച്ചേ? കളി എന്നോട് വേണ്ട. ഞാൻ ആരാണെന്ന് അറിയാമോ? സത്യ, കല്ലൂർക്കാട് 5ാമത്തെ അനിയൻ. വേല എന്നോട് ഇറക്കല്ലേ.
എഴുന്നേക്ക്. മോളെ 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 ഉണ്ണേട്ടൻ എവിടെ? ഉണ്ണേട്ടൻ പോയോ? എന്റെ മോള് ദുസ്വപ്നം കണ്ടതാ. മരിച്ചവർ സുഖം ചെയ്തവരാ, അവരൊരിക്കലും തിരിച്ചു വരില്ല. എന്റെ മോള് വാ. ചടങ്. അങ്ങനെ സീൻ നമ്പർ 1. കർട്ടൻ ഉയരുമ്പോൾ രംഗം ശൂന്യം. അങ്ങനെ ഉമർത്ത ചാരുകസേരയിൽ വളഞ്ഞ് ഞളഞ്ഞ് പൊളഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ചിന്താവസ്ഥയായ ശ്യാമള. അതൊരു സിനിമ അപ്പൊ അല്ലല്ല, തിരുമേനി കർട്ടന് വരുമ്പോ രംഗം ശൂന്യെന്നല്ലോ പറഞ്ഞു. പിന്നെ എങ്ങനെ തിരുമേനി പറഞ്ഞത്? തിരുമേനി ഫ്ലൈറ്റിൽ വന്നു. അപ്പൊ ശരി. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. നടന്മാരെ പണി ചെയ്താൽ മതി, തിരക്കഥയിൽ കൈയിടണ്ട. ഇതെന്താണെന്ന് എനിക്കറിയാം. വല്ലാണ്ട് കളിച്ച് ക്ഷീണിച്ചു പോയേ. നീ ഒന്ന് മിണ്ടാണ്ട് നീ വായിക്കേ. ആ, അങ്ങനെ വടക്കേപ്പുറത്തെ ചാരുകസേരയിൽ ചിന്താമുഖനായിരിക്കുന്ന തിരുമേനി. ഇനിയാണ് സസ്പെൻസ്. എന്തുകൊണ്ടാണ് തിരുമേനി ചിന്താമുഖനായിരുന്നു നിങ്ങൾക്ക് ആരും പറയാൻ പറ്റുമോ? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ. ഞാൻ പറയാം. ആ, പറ. തിരുമേനി എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ചിന്താമുഖനായത്. ചിന്തിക്കാതെ എങ്ങനെയാണ് ചിന്താമുഖനായിരിക്കുന്നത് വിവരദോഷി? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ, അല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ട ഞാൻ പറയാം. തിരുമേനിക്ക് 2 പെൺമക്കൾ, സുന്ദരികളായ 2 പെൺമക്കൾ. തിരുമേനിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പെൺമക്കളിലാണ്. മൂത്തവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി. മുസ്ലിം ചെക്കനോ? എന്താ, മുസ്ലിം ചെക്കനായ പറ്റൂലേ? മുസ്ലിം മതി, ക്രിസ്ത്യാനി വേണ്ട. ആ മതി കഥ പറയൂ, കേക്കട്ടെ. ചിന്താമൂകനായി ബേജാറായിരിക്കുന്ന തിരുമേനി മൂത്ത മകൾ രംഗപ്രവേശം ചെയ്തു. തന്റെ ബാപ്പയായ വലിയ തിരുമേനിയെ നോക്കി, ബാപ്പ അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ വലിയ തിരുമേനി തിരിഞ്ഞു നോക്കി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, വാലൈക്കും സലാം. തിരുമേനിയിൽ അഗ്നികുളം ആളിപ്പടർന്നു. അതെന്താണ് മ്യൂസിക്? ഞാൻ കഥ പറയുമ്പോ മ്യൂസിക് നീ ഇടണ്ട, ഞാൻ ഇട്ടോളാം. ചട്ടണേ. തിരുമേനി ചോദിച്ചു, മോളെ നിനക്ക് ഓനെ തന്നെ നിക്കാഹ് കഴിക്കണോ? അതേ പാപ്പ, നമ്മൾ നിക്കാഹ് കഴിഞ്ഞു. മോളെ ബിയാത്തു. തിരുമേനി ഞെട്ടിത്തെറിച്ചു. നീ ഓനെ മൊയ്യല്ലണം, ബക്കം മൊയ്യല്ലണം, അല്ലെങ്കിൽ നമ്മൾ ഓനെ മയ്യത്താക്കും. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇത് മുസ്ലിം കഥയല്ല, ഹിന്ദു കുടുംബത്തിലെ കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. അതിനിപ്പോ എന്താണ്ട് സംഭാഷണം മാറ്റിയാ പോരെ? ഉമ്മ എന്നുള്ളടത്ത് ബാപ്പാന്നും, ബാപ്പാന്നുള്ളടത്ത് അച്ഛൻ അങ്ങോട്ടാക്കണം. എന്താ പോരെ? അപ്പൊ എളാമെന്നോടോർത്ത് എനിമീന്ന് ഇട്ടാ മതിയല്ലേ? തിരുമേനി എന്നോട് ക്ഷമിച്ചാലും ഈ കഥയിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് തിരക്കഥാകൃത്താവായ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് വലിയ കോവിലത്തെ തിരുമേനിക്ക് 2 പെൺമക്കൾ. മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി. കോടീശ്വരനായി തിരുമേനിയുടെ സകല സ്വത്തുക്കളും ഈ പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവർ ഈ കഥയിലെ നായകന്മാർ. അപ്പൊ നായകനാരാ? നായകൻ ഞാൻ. നമ്മളല്ല. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ഗഫൂർ? തിരുമേനിക്ക് 3 സഹോദരിമാർ. മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി, അതിലും ഇളയവൾ ബഹത്ത് സുന്ദരി. പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ തിരുമേനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. ഈ കഥയിലെ വില്ലന്മാർ അവന്മാരാണ്. സുനകനായ മൂത്തളിയൻ, ചുംബനായ 2ാമത്തെ അളിയൻ, മന്ദബുദ്ധിയായി ഏറ്റവും താഴെയുള്ള അളിയൻ. ഇവർ സ്വത്തിനു വേണ്ടി തിരുമേനിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു. എന്താ ഇത്? ഞങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നേ അതൊരു കഥയല്ലേ? കഥയിൽ എങ്ങനെ പലതുണ്ടാവും. ഇവൻ മനഃപൂർവ്വം ഞങ്ങൾ കളിയാക്കിയതാ. ഞങ്ങളെ കുറിച്ച് മോശമായിട്ട് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മതി, കഥ വായിച്ചാൽ മതി. എല്ലാരും പിരിഞ്ഞു പോവുക. ആ അങ്ങോട്ട് പോടാ. പേരില്ലടാ, മന്ദബുദ്ധി. തകർത്ത്. എന്താ പ്രൊഡ്യൂസർ ഇവിടെ? ഹേയ്, ഞങ്ങളൊരാളെ കൊല്ലാൻ വന്നാ. എന്താ? ഈ ഷൂട്ടിങ്ങിന് മുറികൾ നോക്കാൻ വന്നാ. ഇതിലൊരു കൊലപാതകത്തിനുണ്ടേ. കാപ്പി കുടിക്കുന്നോ? വേണ്ട, എനിക്ക് വേണം. നല്ല ചൂടാ. അത്ര വലിയ ചൂടൊന്നുമില്ല, വായ പൊള്ളാനുള്ള ചൂടുള്ളൂ. എന്താ ഒരു വെപ്രാളം? അതെ, സ്ത്രീകളെ കണ്ട പാലട്ട് എങ്ങനെയാ പുളകം കൊള്ളും. എന്താ ഒന്നുമില്ല, ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങാ? ഉടനെ തുടങ്ങും. എന്താ അഭിനയിക്കണോ? ഓ, ഈ പ്രായത്തിൽ എന്താ അഭിനയിക്കാനാ? ഈ പ്രായത്തിൽ അഭിനയിക്കേണ്ടത് നല്ല വിസ്താരമുള്ള പ്രൊജക്ഷനാ. ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കും. ഓ. എന്തേ കൊളവാക്കല്ലേ. ഒന്ന് അഭിനയിപ്പിച്ചോട്ടെ. പാടാ. ആ. പ്രൊഡ്യൂസർ ഒന്ന് രഹസ്യമായിട്ട് കാണണമല്ലോ. എന്തിനാ? ഇപ്പൊ വേണ്ട, പരസ്യം ഇപ്പൊ പിന്നെ. പാലട്ടാ,
ഇയാള് പലപ്പോഴായിട്ട് പറഞ്ഞു രഹസ്യമായിട്ട് കാണണം. ഇവൻ ഏതോ ചുറ്റിക്കളി കേസാ. ഉറങ്ങാണ്ട ശവിയെ. എന്റെ മണിക്കുട്ടിക്ക് മണിക്കുട്ടി എന്നുള്ള അമ്മയുടെ പേരാ? കൊല്ലട്ടെ. കൊല്ലാം. അയ്യേ, ഇയാൾ എന്ത് വൃത്തിയോടെ കാട്ടണേ? ബാലേട്ടാ, എന്താ എന്താ ഇത്? ബാലേട്ടൻ കിസടിക്കാൻ പോയതാ. തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ അല്ല വെറുതെ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ ഡയറി എടുക്കാൻ വന്നാ. തനിക്ക് എന്തിനാ ഈ ഡയറി? വായിച്ചു പഠിക്കാൻ. ഇന്നലെ ഡിക്ഷണറി വായിച്ചിട്ട് ബാലേട്ടൻ കുറെ നേരം നിന്ന് കരഞ്ഞു. ഒന്നും മനസ്സിലാവണ്ട് അല്ലേ ബാലേട്ടാ? കുഞ്ഞുണ്ണി പറഞ്ഞു കവിത എഴുതുമെന്ന്. തമ്പുരാട്ടി എഴുതിയ കവിത ഒന്ന് വായിക്കാൻ തരുമെന്ന് അറിയാൻ വന്നതാ. വന്നപ്പോ നല്ല ഉറക്കം. ഉണത്തണ്ടാന്ന് കരുതി. ആവശ്യമില്ലാത്ത ആരെയും ഈ മുറിക്കകത്ത് ഞാൻ കടത്താറില്ല. ഇറങ്ങി പോടോ, പോകാൻ. അയ്യത് എന്ത് പെണ്ണ ബാലേട്ടാ? ബാ. ഒന്ന് നിൽക്ക. നിങ്ങൾക്കിപ്പോ ഈ ഡയറിയല്ലേ വേണ്ടു? എടുത്തോളൂ. ഞാൻ എഴുതിയ എല്ലാ കവിതകളും ഇതിലുണ്ട്. കൊണ്ടുപോയിക്കോളൂ. മണിക്കുട്ടി താങ്ക്സ് ഉണ്ട് കേട്ടോ. മണിക്കുട്ടിന്ന് എനിക്ക് പേരുള്ള വിവരം എങ്ങനെ അറിയാം? ഡയറിയില് മണിക്കുട്ടിന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ, ഞാൻ നീ മണിക്കുട്ടിന്നെ വിളിക്കൂ. ഉം. ഫോട്ടോടിക്കണേ. നല്ല ബെസ്റ്റ് ജാക്കി. ഇടോ. പയർ പൊടി.